തിരുനാവായ തവനൂർ മേഖലകളെ ബന്ധിപ്പിക്കുന്നതിന്റെ പേരിൽ പൈതൃക സ്മാരകങ്ങളെ നശിപ്പിക്കാനുള്ള നീക്കത്തിന് തിരിച്ചടി. നിലവിലുള്ള അലൈൻമെന്റിന് പകരം മെട്രോമാൻ ഇ ശ്രീധരൻ സമർപ്പിച്ച അലൈൻമെന്റ് പരിഗണിക്കാൻ തീരുമാനമായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം സ്ഥലം സന്ദർശിച്ച പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ മെട്രോമാൻ ഇ ശ്രീധരനുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരുന്നു തീരുമാനം. ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ച ശേഷമേ അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ. ശിവദാസ് കന്മനം ചേരുന്ന വിവരങ്ങളുമായി. ശിവദാസ്, എത്രത്തോളം പ്രായോഗികത ഉള്ള ഒരു കാര്യമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്? ഈ നിർമ്മാണത്തിനായി ഒരു പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത് മെട്രോമാൻ എന്ന കാര്യം വ്യക്തമായിരിക്കുന്നു. പക്ഷെ അതിൽ നിന്നാണോ ഈ തീരുമാനം മാറി വന്നിരിക്കുന്നത്? എങ്ങനെയായിരുന്നു അത് അവിടെ കൈകാര്യം ചെയ്യപ്പെട്ടത്? തീർച്ചയായും തിരുനാവായ തവനൂർ രണ്ട് മേഖലകളെ ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പാലം നിർമ്മിക്കാനായിരുന്നു തീരുമാനം ഉണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ സർക്കാർ ഒരു അലൈൻമെന്റ് തയ്യാറാക്കിയിരുന്നു. അതായത് നിലവിൽ ഇവിടെയുള്ള പൈതൃക സ്മാരകങ്ങളെ എല്ലാം തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു അലൈൻമെന്റാണ് സർക്കാർ സമർപ്പിച്ചത്. അതായത് തവനൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ആദ്യം ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തിയത്. KT ജലീലിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഇതിന് പിന്നിൽ എന്നായിരുന്നു ഒരു പരോക്ഷമായ ഒരു വിമർശനം ഉണ്ടായിരുന്നത്. അത്തരത്തിലുള്ള നീക്കം ആണ് നടത്തിയത്. അതായത് നമുക്കറിയാം, തിരുനാവായയെ സംബന്ധിച്ച് ഒരു ത്രിമൂർത്തി സംഗമ സ്നാനം കൂടിയാണ് തിരുനാവായ. അതായത് തവനൂരിനെയും തിരുനാവായയും ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ബലിതർപ്പണം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അതോടൊപ്പം തന്നെ തവനൂരിൽ കേളപ്പജി സ്മാരകം അടക്കമുള്ളവ ഉണ്ട്. ഇതെല്ലാം തന്നെ നശിപ്പിക്കുന്ന തരത്തിൽ ഇതിന്റെ നടുവിൽ കൂടി വരുന്ന രണ്ട് ഭാഗങ്ങളാക്കി തിരിച്ചുകൊണ്ട് നടുവിൽ കൂടി വരുന്ന രീതിയിലുള്ള ഒരു പാലം നിർമ്മിക്കാനായിരുന്നു സർക്കാർ തലത്തിലുള്ള ഒരു നീക്കം ആരംഭിച്ചത്. ഇതിനെതിരെയാണ് ഇത് വലിയ രീതിയിലുള്ള ഒരു ഫണ്ട് ചിലവാക്കുന്ന ഒരു പദ്ധതി കൂടിയായിരുന്നു. പക്ഷേ ഇതിനെതിരെയാണ് മെട്രോമാൻ ഇ ശ്രീധരൻ കോടതിയിൽ പോയതും ഇതിന് ഹർജി നൽകുകയും ഈ സംഭവത്തിൽ സ്റ്റേ വാങ്ങുകയും ചെയ്തിരുന്നത്. മെട്രോമാൻ ഇ ശ്രീധരൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പദ്ധതി തയ്യാറാക്കുകയും രൂപരേഖ തയ്യാറാക്കുകയും അത് സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഇത് ആദ്യഘട്ടത്തിൽ സർക്കാർ പരിഗണിച്ചിരുന്നില്ല. ഇത് ഏകദേശം 40 കോടിയോളം രൂപ ഫണ്ട് കുറവ് വരുന്ന ഒരു പദ്ധതി കൂടിയാണ് മെട്രോമാൻ ഇ ശ്രീധരൻ നൽകിയിരിക്കുന്നത്. പിന്നീട് ഇത് കോടതിയിൽ പോയപ്പോൾ ഇത് സ്റ്റേ വരികയുണ്ടായി. അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ ദിവസം പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുകയും അതിനുശേഷം ഈ സ്ഥലം മെട്രോമാൻ ഇ ശ്രീധരനുമായി കൂടിക്കാഴ്ച നടത്തി ഇതിന്റെ കൃത്യമായ പദ്ധതികൾ അദ്ദേഹം അവർക്ക് വിശദീകരിച്ച് നൽകി. അതോടൊപ്പം തന്നെ ഇവർ ഈ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു പുതിയ തീരുമാനം, അതായത് മെട്രോമാൻ ഇ ശ്രീധരൻ നൽകിയ അലൈൻമെന്റ് പരിഗണിക്കാനുള്ള നീക്കത്തിലേക്ക് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയത്. അവർ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ രേഖകളും പദ്ധതികളും എല്ലാം തന്നെ റിപ്പോർട്ടുകൾ സർക്കാരിന് സമർപ്പിക്കും. റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ച ശേഷം ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും. ഓക്കെ, ശരി ശിവദാസ്.